സൂപ്പർ പ്രൈം ടൈം ചർച്ചയിലേക്ക് കടക്കുന്നു. ശ്രീ എം ടി രമേശ്, യു പി മുഖ്യമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത യോഗി ആദിത്യനാഥിന്റെ യോഗ്യതകൾ എന്തൊക്കെയാണ്? യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിലെ BJPയുടെ ഏറ്റവും ബഹുജന സ്വാധീനമുള്ള നേതാവാണ്. കഴിഞ്ഞ 5 പ്രാവശ്യമായിട്ട് ഗോരഖ്പൂരിൽ തുടർച്ചയായിട്ട് നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരകന്മാരിൽ ഒരാളായിരുന്നു യോഗി ആദിത്യനാഥ്. അതുകൊണ്ട് തന്നെ UPയിൽ ഞങ്ങൾക്ക് വലിയ ജനവിധി കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഞങ്ങളുടെ പ്രകടന പത്രിക അനുസരിച്ചുള്ളൊരു ഗവൺമെൻറ് മുമ്പോട്ട് പോകണം. ക്രമസമാധാന തകർച്ചയുടെയും അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെ പേരിൽ പേരുകേട്ട സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ആ ഉത്തർപ്രദേശിൽ നിയന്ത്രിതമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കുന്ന കരുത്തുള്ളൊരു മുഖ്യമന്ത്രി വേണമെന്ന് BJPക്ക് തോന്നി. അതിൽ UPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജനസ്വാധീനമുള്ള വ്യക്തി ആദിത്യനാഥാണ്. അതുകൊണ്ട് BJPക്ക് ഉണ്ടായി. അതിൽ ഒരാൾക്ക് പോലും ഈ യോഗ്യതയില്ല എന്നാണോ? അല്ല, യോഗ്യതയുള്ളവർ ധാരാളമുള്ളവരുണ്ടാകാം. പക്ഷേ ഒരു ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കേണ്ട ആളാരാണെന്ന പാർട്ടിയാണല്ലോ തീരുമാനിക്കേണ്ടത്. ഞങ്ങൾക്ക് ഉത്തർപ്രദേശിലെ ഗവൺമെൻറ്റിന് ഇന്ന് നേതൃത്വം കൊടുക്കാൻ, എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ ഒരു കരുത്തുള്ള, കർക്കശമായിട്ടുള്ള, അഴിമതി രഹിതമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റിന് ഉത്തർപ്രദേശിൽ നേതൃത്വം കൊടുക്കാൻ ഇന്നിപ്പോൾ സാധിക്കുന്ന വ്യക്തി ആദിത്യനാഥാണെന്ന് BJPക്ക് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ MLA മാർ അദ്ദേഹത്തെ നേതാവായി തിരഞ്ഞെടുത്തു, അദ്ദേഹം മുഖ്യമന്ത്രിയായി. അത് ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കുന്ന സമീപനമാണ്. ഫെബ്രുവരിയിൽ തങ്ങൾ പറഞ്ഞ സ്ഥാനാർത്ഥികളെ നിർത്തിയില്ലെങ്കിൽ, തങ്ങൾ പറഞ്ഞ ആളുകളെ സ്ഥാനാർത്ഥികളാക്കിയില്ലെങ്കിൽ 20 ബദൽ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് പറഞ്ഞ ആളാണ് ഈ യോഗി ആദിത്യനാഥ്. അങ്ങനെ ഭീഷണി മുഴക്കി ഹിന്ദു യുവവാഹിനിയുടെ 20 ആളുകളെ ബദലായി നിർത്തും, അതിന് ശിവസേനയും ഒപ്പം നിൽക്കുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു പ്രഖ്യാപനം വരെ നടത്തിയിരുന്നു. അതിനുശേഷം അമിത്ഷാ ഇദ്ദേഹത്തെയും കൊണ്ട് പ്രചാരണത്തിന് തിരിച്ച ശേഷമാണ് ആ കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കിയത്. അങ്ങനെ ബദൽ നീക്കം വരെ നടത്തിയ വ്യക്തിയെ നിങ്ങൾ മുഖ്യമന്ത്രിയായി അവരോധിക്കുകയാണ്. ഏറ്റവും യോഗ്യനാണ്. ഈ 312 പെടാത്ത ഒരു യോഗ്യനെ നിങ്ങൾക്ക് പുറമേ നിന്ന് കണ്ടുവെക്കേണ്ടി വരുമ്പോൾ ഇതൊക്കെയാണ് യോഗ്യത. ഞാൻ ചോദിക്കട്ടെ, BJPയുടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ യോഗ്യത നിങ്ങളാണോ സ്മൃതി തീരുമാനിക്കുന്നത്? ഞങ്ങളല്ലേ. ഞങ്ങൾക്ക് യോഗ്യതയുണ്ടോ എന്ന് തോന്നിയത് കൊണ്ടാണ്. പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത് ബാക്കി CPM MLA-മാർക്കൊന്നും യോഗ്യതയില്ലാത്തത് കൊണ്ടാണോ? അങ്ങനെയല്ലല്ലോ. ഒരു പാർട്ടിയുടെ MLA-മാരെ നയിക്കേണ്ടത് ആരാണ് എന്ന പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ തീരുമാനിച്ചു. പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹം ബദൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ പോയി. അദ്ദേഹം UPയിലുടനീളം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം കൊടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ യോഗ്യതയായി ഇതിന് തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. അദ്ദേഹത്തിനെതിരെയുള്ള ക്രിമിനൽ കേസുകൾ IPC 147, 148, 295, 153A, 302, 303 യോഗ്യതയുടെ ലിസ്റ്റാണ്. മാരകായുധങ്ങൾ കൈവശം വെച്ചതിന്, വധശ്രമത്തിന്, അങ്ങനെയുള്ള വധശ്രമത്തിന്, കലാപം സൃഷ്ടിച്ചതിന് അടക്കമുള്ള കാര്യങ്ങൾ, ഇതൊക്കെ യോഗ്യതയാണ് എന്ന് അദ്ദേഹം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സത്യവാങ്മൂലത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല. അത് യോഗി ആദിത്യനാഥ് ആരാണെന്ന് എന്നെക്കാളും നിങ്ങളെക്കാളും നന്നായിട്ട് അറിയുന്നത് UPയിലെ ജനങ്ങൾക്കാണ്. നിങ്ങളീ പറയുന്ന എല്ലാ കേസുകളും ഉള്ളപ്പോഴാണ് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ എല്ലാ വിഭാഗത്തിന്റെയും ആളുകളുടെ വോട്ട് വാങ്ങി അദ്ദേഹം അധികാരത്തിലേറിയത്. ഗോരഖ്പൂരിൽ എല്ലാ വിഭാഗത്തിന്റെയും താങ്കൾ ആവർത്തിച്ചു പറയുകയാണ്. ശ്രീ KV തോമസ്, താങ്കൾ ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. അത്രയ്ക്കും ജനസ്വാധീനമുള്ള, UPയിലെ മുഴുവൻ ജനങ്ങൾക്കും സ്വീകാര്യനായ വ്യക്തിയാണ് യോഗി ആദിത്യനാഥ് എന്ന് പറയുമ്പോൾ അതിനുള്ള മറുപടി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് എന്താണ്? ഒരു തരത്തിൽ അത് നിഷേധിക്കാൻ പറ്റില്ല. 1998 മുതൽ 8 തവണയാണ് അദ്ദേഹം തുടർച്ചയായി MP ആകുന്നത്. BJPക്ക് UPയിൽ ആര് വേണം മുഖ്യമന്ത്രിയാകേണ്ടത് എന്ന് നിശ്ചയിക്കാനുള്ള എല്ലാ അധികാരവും അവകാശമുണ്ട്. അത് സമ്മതിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, യോഗി ആദിത്യനാഥിനെ എനിക്ക് നേരിട്ടറിയാം. അദ്ദേഹം പാർലമെൻറ്റിലെ ഒരു വലിയ ശബ്ദമാണ്. പക്ഷേ അദ്ദേഹം ഒരു വിവാദ പുരുഷനാണ്. അത് സാധാരണ ഒരു വിവാദ പുരുഷനല്ല, വർഗീയത ആളിക്കത്തിച്ച ഒരു വിവാദ പുരുഷൻ. സൂര്യ നമസ്കാരം ചെയ്യാൻ കഴിയാത്തവർ പാകിസ്ഥാനിലേക്ക് പോയിക്കോളൂ, ഷാറുഖ് ഖാൻ പാകിസ്ഥാനിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ് വർഗീയത കത്തിച്ചു പിടിച്ച ഒരാളാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ
19% മുസ്ലിം ജനസംഖ്യയുള്ള യു പിയിൽ ഒറ്റൊരു മുസ്ലിം സ്ഥാനാർത്ഥിയെ BJP കൊടുത്തില്ല. ആരെ കൊടുക്കണമെന്ന് അവർ തീരുമാനിക്കും. പക്ഷേ ഇതയക്കുന്ന ചില സിഗ്നൽസ് ഉണ്ട്. ഈ വരുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഹിന്ദു വർഗീയതയെ കത്തിച്ചുകൊണ്ട് വീണ്ടും UP ആവർത്തിക്കാം ഇന്ത്യയിലെന്നാണ് നരേന്ദ്രമോദി ഉൾപ്പെടെ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. ഇത് നല്ലതാണോ? നമ്മുടെ ഗുണം ചെയ്യുമോ? നമ്മുടെ മതന്യൂനപക്ഷങ്ങളെയൊക്കെ ബഹുമാനിക്കേണ്ട ബാധ്യത നമുക്കില്ലേ? ഒരു ദിവസം കൊണ്ട് തിരഞ്ഞെടുപ്പ് ജയിച്ചുകൊണ്ട് മാത്രം ഈ രാജ്യത്ത് ഒരു ഗവൺമെൻറ്റിനും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, മതേതരത്വ രാജ്യമാണ്. അപ്പോൾ മതേതരത്വം പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് BJP വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് യോഗി പ്രധാന മുഖ്യമന്ത്രിയായിട്ട് വരുന്ന സന്ദർഭത്തിൽ ആദിത്യനാഥിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ വർഗീയ വിഷം കണ്ട ഒരു ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത് കൊണ്ട് ഇത് സംശയത്തോടെ കാണുന്നു. ഇത് ഗുണം ചെയ്യുമോ രാജ്യത്തിന് എന്ന് ചോദിച്ചാൽ അതിന് ഈ രാജ്യത്തിലെ ജനങ്ങളോട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രീ മുഹമ്മദ് റിയാസ്, നിങ്ങളൊരു പക്ഷേ നിഷേധിക്കുമെങ്കിലും മോദിയെ വിശ്വസിച്ചുകൊണ്ട് വോട്ട് ചെയ്തവർ, അവിടുത്തെ ഒരു വലിയ ഹൈന്ദവ വിഭാഗം, തീവ്ര ഹിന്ദുത്വ നിലപാടില്ലാത്ത വലിയൊരു ഹൈന്ദവ വിഭാഗം തന്നെ മോദിയെ വിശ്വസിച്ചിട്ടുണ്ട്. മോദി വികസനം കൊണ്ടുവരും എന്നുള്ള വാക്ക് വിശ്വസിച്ചിട്ടുണ്ട്. കുറേ കാലമായി അവിടെ ലഭിക്കാത്ത ഒരു കാര്യങ്ങളിൽ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷ. അങ്ങനെ വോട്ട് ചെയ്തവരെ വഞ്ചിക്കുകയാണോ BJP യഥാർത്ഥത്തിൽ യോഗിയെ മുഖ്യമന്ത്രിയാക്കിയതിലൂടെ ചെയ്തിരിക്കുന്നത്? ഒന്ന്, ഒരു സർക്കാരിനെ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ ആര് നയിക്കണമെന്ന് നിശ്ചയിക്കാനുള്ള പൂർണ്ണ അധികാരം ആ രാഷ്ട്രീയ പാർട്ടിക്കുണ്ട്. ആ പൂർണ്ണ അധികാരം അതാത് രാഷ്ട്രീയ പാർട്ടികൾ നിർവഹിക്കുന്നത് തെറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഒന്ന്. രണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ അംഗമല്ലാത്തയാൾ മുഖ്യമന്ത്രിയാകുന്നത് ആദ്യത്തെ സംഭവമല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ആളുകളെ മുഖ്യമന്ത്രി വ്യത്യസ്ത പാർട്ടികളാക്കിയിട്ടുണ്ട്. അതൊക്കെ ജനാധിപത്യത്തിൽ പിന്നീട് ബൈ ഇലക്ഷനിൽ ജയിച്ചുവല്ലാണ് ജനാധിപത്യം അനുവദിച്ച കാര്യങ്ങളാണ്. അതൊക്കെ അതായത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഉൾപാർട്ടി വിഷയങ്ങളാണ്. അത് അവർക്ക് നിശ്ചയിക്കാം. ഇവിടെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിമാരും ഒക്കെ MLA-മാരല്ലാത്തവരാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് ജനം ചർച്ച ചെയ്യട്ടെ. പക്ഷെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം എന്താ? ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം യോഗി ആദിത്യനാഥ് നടത്തിയ പ്രസംഗങ്ങൾ. 28-ാം വയസ്സിലാണ് അദ്ദേഹം MP ആവുന്നത്. 28-ാം വയസ്സിൽ MP ആയി അവിടുന്ന് തുടർച്ചയായി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങൾ. കുറേ കാര്യങ്ങൾ സ്മൃതി ഇവിടെ ഭംഗിയായി ഇവിടെ ആങ്കർ എന്നുള്ളതിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. അതിൽ പറയാൻ വിട്ടുപോയ 1-2 കാര്യം മാത്രമേ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. മദർ തെരേസയെക്കുറിച്ച് പറഞ്ഞത്. മദർ തെരേസയെക്കുറിച്ച് ഇത്ര രൂക്ഷമായ ഒരു അറ്റാക്ക് നടത്തിയ ഒരു ഇന്ത്യൻ പൊളിറ്റീഷ്യൻ വേറില്ല. എല്ലാവരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മദർ തെരേസയെ അറ്റാക്ക് ചെയ്തു. ഒന്ന്. രണ്ടാമത്തത്, ആമിർ ഖാനോട് ഇന്ത്യ വിടാൻ പറഞ്ഞു. ഷാറൂഖ് ഖാനോട് പാകിസ്ഥാനിലൊരു തീവ്രവാദ നേതാവുമായി കമ്പയർ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. ഇനി അതൊക്കെ മാറ്റി നിർത്തിയാൽ ഈ UP ഇലക്ഷൻ്റെ സ്റ്റാർ ക്യാമ്പയിനറാണ്. നരേന്ദ്രമോദി പോലും എന്ത് പ്രസംഗമാണ് നടത്തേണ്ടതെന്ന് നിശ്ചയിച്ചത് യോഗിയുടെ പ്രസംഗത്തിൽ നിന്നാണ്. ഖബറിസ്ഥാൻ ശ്മശാൻ ഇഷ്യൂ ആദ്യം ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്ന് മുസ്ലിങ്ങൾ ഖബറിസ്ഥാൻ നിർമ്മിക്കാൻ സ്ഥലമില്ലെങ്കിൽ മറ്റു മതസ്ഥരെ പോലെ അവർ മരിച്ചു കഴിഞ്ഞാൽ ദഹിപ്പിക്കണം എന്ന് പറഞ്ഞത് ഈ വിദ്വാനാണ്. പിന്നെ കുറേ പ്രസംഗങ്ങൾ ഞാൻ ഇതുപോലുള്ളൊരു പരിപാടിയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ അറക്കുന്ന വെറുക്കുന്ന ചില പ്രസംഗങ്ങൾ നടത്തി. അദ്ദേഹത്തിൻ്റെ പേരിൽ കേസുകളൊക്കെയുണ്ട്. ഈ പ്രസംഗങ്ങളെക്കുറിച്ച് MT രമേശിന്റെ അഭിപ്രായം എന്താ? അതാണ് ആദ്യം അതാണ് മറുപടി പറയേണ്ടത്. പഴയ പ്രസംഗങ്ങൾ ഒരുപക്ഷെ മാറ്റിവെക്കാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളുണ്ട്. ബുലന്ദ്ഷഹറിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ വോട്ടർമാരോട് അദ്ദേഹം ഓർമ്മിപ്പിച്ചത് മുസഫർ നഗറിലെ 2013 കലാപങ്ങളും ബലാത്സംഗങ്ങളും നിങ്ങൾ മറക്കേണ്ട എന്നാണ്. അതായത് മുസ്ലിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളതൊന്നും മറക്കണ്ട, ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ, ഇനിയും അത് ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന്. അപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പോലും ഇങ്ങനെ പ്രസംഗിക്കുന്ന ഒരു വ്യക്തി മുഖ്യമന്ത്രിയാകുമ്പോൾ പെട്ടെന്ന് ഒരു തരത്തിൽ മാറി എല്ലാവരുടെയും മുഖ്യമന്ത്രിയാകുന്ന, അവിടുത്തെ മുസ്ലിം സമൂഹത്തിൻ്റെയും 19% വരുന്ന മുസ്ലിങ്ങളുടെയും മുഖ്യമന്ത്രിയാവുമെന്ന് എങ്ങനെ വിശ്വസിക്കും ശ്രീ MT രമേശ്? നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്നത്തെ പ്രമുഖമായൊരു ദേശീയ ദിനപത്രത്തിൽ, ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന പത്രത്തിൽ, ആ പത്രത്തിൻ്റെ ഒരു ലേഖകൻ, ആ ലേഖകൻ്റെ പേര് വളരെ പ്രധാനമാണ്. നിങ്ങൾ ആ പത്രം എടുത്ത് നോക്കിയാൽ മതി. ആ ലേഖകൻ അവിടെ പോയി മുസ്ലിം സഹോദരന്മാരെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഓരോ ആളും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ആ പത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരും പറയുന്നത് ഈ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയാകുന്നത് ഞങ്ങൾക്കെല്ലാം സ്വീകാര്യമാണ്. അവർ പറയുന്നതിന് കാരണമുണ്ട്. എന്തുകൊണ്ട് സ്വീകാര്യമാണ് അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ മുസ്ലിം സമൂഹത്തിൻ്റെ പേരിലാണല്ലോ സ്മൃതി ആശങ്കപ്പെടുന്നത്. ആ മുസ്ലിം സമൂഹത്തിന്റെ പ്രതിനിധികളായിട്ടുള്ള ഗോരഖ്പൂരിലെ നാലാളുകളുടെ പ്രതികരണം എടുത്ത് 4 മുസ്ലിം സഹോദരന്മാരുടെ പ്രതികരണം എടുത്ത് അത് അവിടുത്തെ മുഴുവൻ മുസ്ലിങ്ങളുടെയും പ്രതികരണമാണ്, നിലപാടാണ് എന്ന് എങ്ങനെ പറയാനാകും? ഡോക്ടർ ഫസൽ ഗഫൂർ, താങ്കൾക്ക് പറയാം, താങ്കൾ ഒരു മുസ്ലിം പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ആശങ്കകൾ നിങ്ങളുടെ ആശങ്കകൾ യോഗിയുടെ പ്രസംഗം തന്നെയല്ലേ തെളിവ്? ഞാൻ ഇനിയും പറയാം, ഒരു നിമിഷം അദ്ദേഹം പറയട്ടെ. ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ ആശങ്കയ്ക്ക് കൂടി താങ്കൾ മറുപടി നൽകിയാൽ മതി. ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ ആശങ്കയ്ക്ക് കൂടി താങ്കൾ ഒരുമിച്ച് മറുപടി നൽകും. ശ്രീ എം ടി രമേശ്, ദയവ് ചെയ്ത് ഫസൽ ഗഫൂർ പറയൂ, പെട്ടെന്ന് പറയൂ. ശരി. ആദ്യം തന്നെ ഇതെല്ലാം കള്ളക്കണക്കാണ്. ഞാൻ പറയട്ടെ, ഈ യോഗിനെ ഇവിടെ നിയോഗിച്ചതിന് പിന്നിൽ വളരെ ഗൂഢമായ ഒരു ലക്ഷണമുണ്ട്. ആ ലക്ഷണമാണിത്. എൻ്റെ അടുത്ത് ഇതിൻ്റെ കംപ്ലീറ്റ് ഞാൻ രമേശിന് അയച്ചു കൊടുക്കാം ഈ കടലാസ്. ഇതിൽ കണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ഓൾ ദ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഓഫ് ഉത്തർപ്രദേശാണ്. 300 ചില്ലാനം കോൺസ്റ്റിറ്റ്യുവൻസീസിൽ BJP തോക്കും. SP-യും BSP-യും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ. അപ്പോൾ SP-യും BSP-യും കൂടെ ചേരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇതിന് ശേഷം. കാരണം അവിടെ മുഖ്യമന്ത്രി പദത്തിനുള്ള പോരാട്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പോളറൈസേഷൻ വരുത്താൻ വേണ്ടിയിട്ട് 2019 ഇലക്ഷനിൽ ഇപ്പോൾ ഡെവലപ്മെൻ്റ് അല്ല വേണ്ടത്, പോളറൈസേഷനാണ് വേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടി. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഗോരഖ്പൂർ നിയോജകമണ്ഡലത്തിൻ്റെ കണക്ക് എൻ്റെ അടുത്തുണ്ട്. ഗോരഖ്പൂർ നിയോജകമണ്ഡലത്തിലെ 6 കോൺസ്റ്റിറ്റ്യുവൻസി ഉള്ളതിൽ 5 കോൺസ്റ്റിറ്റ്യുവൻസിയും SP-BSP സഖ്യം മുന്നിലാണ് വോട്ടുകളുടെ കണക്കിൽ. അപ്പോൾ ഈ അതേതിനാഥ് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, അവിടുത്തെ മുസ്ലിമുകളൊക്കെ വോട്ട് ചെയ്യുന്നത്. SP-യും BSP-യും കൂടെ ചേരുകയാണെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 1 ലക്ഷം വോട്ടിനാണ് മുന്നിൽ നിൽക്കുന്നത്. നിങ്ങൾ മറന്നുപോണ ഒരു കാര്യമുണ്ട്, BJP-ക്ക് 38%, SP-BSP സഖ്യത്തിന് 50%-ൽ കൂടുതലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ വർഗീയ വിഷം വിതക്കാൻ വേണ്ടി മാത്രമാണ് ഇദ്ദേഹത്തെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇനി ഒരു ചെറിയൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇത് വെറും മുസ്ലിം ബിരുദം മാത്രമല്ല. രമേശ് കണക്കുകൾ പറയണം. 300 ചില്ലാനം BJP MLA-മാരുള്ളതിൽ 8 യാദവരുള്ളൂ. അതിൻ്റെ അർത്ഥം യാദവ സമുദായത്തിനെതിരായിട്ടുള്ള ധ്രുവീകരണം, മുസ്ലിമുകൾക്കെതിരായിട്ടുള്ള ധ്രുവീകരണം, മൊത്തം ചാമർ വിഭാഗത്തിനെതിരായിട്ടുള്ള ധ്രുവീകരണം, ഇത് ധ്രുവീകരണ പൊളിറ്റിക്സാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ധ്രുവീകരണ പൊളിറ്റിക്സ് തന്നെയാണ് ഈ ഇലക്ഷനിൽ അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വർഗീയ വിഷമായി ചീറ്റുന്ന ഈ വ്യക്തിയെ ഇവർ ഇറക്കിയിരിക്കുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ എം ടി രമേശ്, മറുപടി ഇതൊന്നും നമ്മളുടെ കയ്യിൽ നിന്നെടുത്ത് പറയുന്നതല്ല, അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ മുഹമ്മദ് റിയാസ് ആയാലും ഫസൽ ഗഫൂർ ആയാലും കണക്കുകൾ സഹിതമാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഒരു ഹിന്ദു മരിച്ചാൽ അതിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു വിക്കറ്റ് എടുത്താൽ അവിടെ 10 വിക്കറ്റ് നമുക്ക് എടുക്കണമെന്ന് പറഞ്ഞ ഒരു വാചകം, അദ്ദേഹത്തിന്റെ വാചകം, അത് പ്രശസ്തമാണ് ആ പ്രസംഗം, കുപ്രസിദ്ധമാണ് ആ പ്രസംഗം. ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അതോ ഒറ്റ ഘട്ടത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് അദ്ദേഹം മാറി എന്നാണോ? പറഞ്ഞിട്ടില്ല എന്ന് എന്തായാലും താങ്കൾക്ക് പറയാൻ സാധിക്കില്ല. ശ്രീ എം ടി രമേശ്, സ്മൃതി അദ്ദേഹം നടത്തിയിട്ടുള്ള വിവാദ പ്രസ്താവനകളാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്.